ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾ CCTV ഫുട്ടേജ് നേരിട്ട് പോലീസിന് കൊടുത്തോളാം. എന്റെ സാറന്മാരെ, ഇതിപ്പോ ആ ഓട്ടോയുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ സ്വർണം ആ വണ്ടിയിൽ ഉണ്ടോന്നെങ്കിലും നോക്കാമായിരുന്നു. ഒരു സമാധാനത്തിന് വേണ്ടിയായി ചോദിക്കുന്നത്. ഏയ്, നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തന്നാൽ സമാധാനം പോകുന്നത് ഞങ്ങളുടേതാണ്. ആ ജോൾസിനെ കാണാനുള്ള സമയവും ദിവസവും ഒക്കെ പിള്ള തന്നെ അങ്ങ് വിളിച്ച് ഉറപ്പിച്ചേരും. നമുക്ക് പോകാം. എന്താ ജോൾസിന്റെ പേര്? ശിവാനന്ദൻ ജോത്സ്യര്. കാണാനുള്ള ദിവസം കുറിച്ചിട്ട് ഞാൻ അറിയിക്കാൻ സത്യം. ശരി. ശ്യാമേ, റെഡിയായില്ലേ? വരുന്നു. ആ മോനെ, ചായ. ഏത് ക്ഷേത്രത്തിലാ ബലിയിടാൻ പോകുന്നത്? അമ്മയുടെ നാട്ടിൽ തന്നെ ഇടുന്നത് നല്ലത്. അങ്ങനെയുള്ള ദോഷങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറിപ്പോവുകയും ചെയ്യും. ആ അല്ല, രാവിലെ തന്നെ നിങ്ങൾ എങ്ങോട്ടാ? അത് രോഹിത്തിന്റെ അമ്മ പത്മാവതിയുടെ ആണ്ട് ദിവസം അവർക്ക് ബലിയിടാൻ പറ്റിയില്ലല്ലോ. അതിന് ഇന്നവര് നാട്ടിലെ ക്ഷേത്രത്തിൽ പോയി ബലിയിടാൻ പോവുക. അപ്പ എന്നെ കൊണ്ടുപോകുന്നില്ലേ? പപ്പിമോള് പോയാൽ എങ്ങനെയാ? ദേ, നമുക്കേ ഇന്നൊരു യാത്രയുണ്ട്. ഹായ് ഹായ്. യാത്രയോ? അതെ, ഞാനും സത്യയും വിഷ്ണുവേട്ടനും കൂടി ഒരു ടൂറ് പോകുന്നുണ്ട്. പപ്പിയെ കൂടി കൊണ്ടുപോകണമെന്നുണ്ട്. അനുവിനോട് കാര്യങ്ങളെല്ലാം ശരിയാക്കി വിളിച്ചു പറയാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെയാണെങ്കിൽ ഞങ്ങള് ഇന്ന് തന്നെ പുറപ്പെടും. നമ്മൾ എവിടേക്കാ അമ്മ ടൂർ പോകുന്നേ? അതൊന്നും തീരുമാനിച്ചിട്ടില്ല മോളെ. ആഹാ, അതെന്തായാലും നന്നായി. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഗുണമുണ്ടായല്ലോ. വിഷ്ണുവേട്ടനെ ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. കാര്യങ്ങളെല്ലാം ഒത്തു വന്നിട്ട് വിളിച്ച് പറയാന്ന് കരുതി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആ, കുട്ടികളുടെ സന്തോഷമല്ലേ, പോയിട്ട് വാ. താങ്ക് യു അച്ഛാ. രണ്ടുപേരും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നല്ലാതെ ശ്രദ്ധിച്ചോളൂ അമ്മേ. അപ്പോ നമുക്ക് പോയാലോ? എന്നാ പിന്നെ പോയിട്ട് വരാം. ശരി മോനെ, വാ. കുഞ്ഞിച്ചി പോയിട്ട് വാ. അതെ, എനിക്കെന്തേലുമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം. ഞാൻ പറഞ്ഞിട്ടാ ഇവരിതേ ടൂർ പ്രോഗ്രാം ഒക്കെ പ്ലാൻ ചെയ്തത്. ശാരദാമ്മക്ക് എന്ത് വേണേലും വാങ്ങിച്ചോണ്ട് വരാം. എവിടേക്കാ പോകുന്നതെന്ന് കേക്കട്ടെ. അത് ശരി. അപ്പൊ ഇപ്പൊ ഞാൻ പുറത്തായി അല്ലേ? ആ ദേ, അനു വിളിക്കുന്നുണ്ട്. ടൂർ പ്രോഗ്രാം നടക്കോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയാം. ഹലോ. മാഡം, പൊന്മുടിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി മാഡം ഫാമിലി അങ്ങ് എത്തിയാൽ മാത്രം മതി. പൊന്മുടിയോ? അപ്പൊ അവിടെ താമസിക്കാൻ ക്വാർട്ടേഴ്സിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റ് ഏരിയ, ടെന്റ് ഇട്ട് താമസിക്കാനുള്ള സംവിധാനങ്ങളും ഉണ്ട്. ഓക്കെ. എപ്പോഴാ പോകുന്നെന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡുകളുടെ സേവനം നമുക്ക് ആവശ്യപ്പെടാനും പറ്റും. അനു, ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള യാത്രയല്ല, തീർത്തും പേഴ്സണലാ. ഞങ്ങൾ അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും മാത്രമായിട്ടുള്ള കുറച്ചധികം നല്ല നിമിഷങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെയാ പേഴ്സണൽ എന്ന് എടുത്തു പറഞ്ഞത്. ഓക്കെ മാഡം, മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങൾ അവിടെ ഒരുക്കണമെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ഞാനത് വിളിച്ച് അറേഞ്ച് ചെയ്തോളാം. ശരി അനു, എന്തുണ്ടെങ്കിലും ഞാൻ അറിയിക്കാം. പൊന്മുടി. ആ, കാടാണ്. കാടിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു 2 ദിവസം അടിച്ചു പൊളിക്കാം. വാട്ടർ തീം പാർക്ക് മതിയായിരുന്നു. എങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങായിരുന്നു.
സൈഡിലും കേറായിരുന്നു. എന്നാ ആ സങ്കടം വേണ്ട. നമുക്കാദ്യം വാട്ടർ തീം പാർക്കിൽ പോവാം. അതിനുശേഷം പൊന്മുടിക്ക് പോവാം. എന്താ സന്തോഷായില്ലേ? ഞങ്ങൾ വാട്ടർ തീം പാർക്കിലും പോകുന്നുണ്ട്. എന്നാ വാ, നമുക്ക് വേഗം കൊണ്ടുവരാനുള്ള ഡ്രസ്സൊക്കെ എടുത്തു വെക്കാം. അയ്യോ അവർക്ക് എന്തായാലും സന്തോഷായിടി. മോള് വിഷ്ണുവിനെ വിളിച്ച് പറ, അവനും കൂടെ വരേണ്ടതല്ലേ. ഇന്നലെ അമ്മ പറഞ്ഞെങ്കിലും പെട്ടെന്ന് തീരുമാനമൊന്നും എടുക്കില്ലല്ലോ. കാര്യം പറയുമ്പോ ഒഴിവ് പറയാതിരിക്കുന്ന രീതിയിൽ വേണം കാര്യങ്ങളൊക്കെ നീക്കാൻ. ഇതിനെന്താ വഴി? ശാരദാമ്മേ, ആ ദാ വരുന്നു. ആലോചിച്ച് നിൽക്കാതെ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കും മോളെ. ഏത് ആഭരണമാണ് സർ നോക്കേണ്ടത്? മാലയാണോ വളയാണോ അതോ പാദസരമാണോ? അത് പിന്നെ ഓ, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അത് ആ സെക്ഷനിലുണ്ടാവും. വന്നോളൂ. അതല്ല, ഞാനൊന്ന് പറയട്ടെ. ഓ, പുതുക്കിയെടുക്കാനായിരിക്കും അല്ലേ? സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? അയ്യോ, അതൊന്നുമല്ല. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്വർണം വാങ്ങിച്ചിട്ട് പോയതാ. എന്താണോ, എന്താ പ്രശ്നം? ഇവരിവിടെ ഗോൾഡ് വാങ്ങാൻ ഇന്നലെ വന്നിരുന്നോ? ഓ, എനിക്ക് ഓർമ്മയുണ്ട്. ഈ കടയടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവർ വന്നായിരുന്നു. സാറേ, ഇല്ലാത്ത കാശുണ്ടാക്കിയാണ് ഇന്നലെ ഞങ്ങൾ വന്ന് ആ സ്വർണം വാങ്ങിയത്. അതിനിപ്പോ എന്താ ഉണ്ടായത്? വീട്ടിൽ ചെന്നപ്പോ സ്വർണം ഇല്ല സാറേ. 30 പവനാ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ എന്റെ ഈ മോളുടെ കല്യാണം മുടങ്ങും. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയപ്പോ 30 പവനും വാങ്ങി ബാഗിൽ വെച്ചോണ്ടാ ഇറങ്ങിയത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെങ്കിലും കയറുകയോ മറ്റോ ചെയ്തോ? ഇനി അവിടെ എവിടെങ്കിലും വെച്ച് മിസ്സായിട്ടുണ്ടെങ്കിലോ? ഞങ്ങൾ ഈ ജ്വല്ലറിയുടെ മുന്നിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ചിരുന്നു. പക്ഷേ ആ ഓട്ടോയുടെ നമ്പറോ ഓട്ടോക്കാരനെയോ ഞങ്ങൾക്ക് അറിയില്ല. ഇവിടുത്തെ CCTV ക്യാമറയിൽ ആ ഓട്ടോ പതിഞ്ഞെങ്കിൽ ആ ഓട്ടോയെ കുറിച്ചൊന്ന് അറിയാൻ പറ്റിയെങ്കിൽ ആ വഴിക്കൊന്ന് അന്വേഷിക്കായിരുന്നു. അതിനൊരു പ്രശ്നമുണ്ട്. CCTV ഫുട്ടേജ് നിങ്ങൾക്കായിട്ട് തരാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. നിങ്ങൾ ഈ കാരണങ്ങൾ വെച്ച് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കൂ. അവരന്വേഷിക്കട്ടെ. ഗോൾഡ് വാങ്ങിയത് ഇവിടെ നിന്നാകുമ്പോ അവർ അന്വേഷിച്ച് ഇവിടെയും വരും. ഞങ്ങൾ CCTV ഫുട്ടേജ് നേരിട്ട് പോലീസിന് കൊടുത്തോളാം. എന്റെ സാറന്മാരെ, ഇതിപ്പോ ആ ഓട്ടോയുടെ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ സ്വർണം ആ വണ്ടിയിൽ ഉണ്ടോന്നെങ്കിലും നോക്കാമായിരുന്നു. ഒരു സമാധാനത്തിന് വേണ്ടിയായി ചോദിക്കുന്നത്. ഏയ്, നിങ്ങൾ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തന്നാൽ സമാധാനം പോകുന്നത് ഞങ്ങളുടേതാണ്. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്യേ. പോലീസ് വരട്ടെ. ഫുട്ടേജ് ഞങ്ങൾ അവർക്ക് കൊടുത്തോളാം.